ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യസ്യ നഃ കൽപ്പതേ സിദ്ധൈ പാദാംബുജരജോ ലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിൽ സാമാന്യ ധർമ്മത്തെ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരു അതിനുള്ള ഉത്തരങ്ങളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെറും ഉത്തരങ്ങളല്ല, നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ച് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വശത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മദ്യത്തെക്കുറിച്ച്, അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അത് ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ ചെറിയ പ്രായം തുടങ്ങി, നമുക്ക് അറിവ് വരുന്ന പ്രായം തുടങ്ങി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിക്കേണ്ടതാണ് മുതിർന്നവർ. ഇങ്ങനെയൊക്കെയുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. എങ്കിൽ പോലും ഇനിയും സമയം വൈകിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ വരും തലമുറകൾക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം പകർന്നു കൊടുക്കുവാൻ സാധിച്ച വലിയ കാര്യമാണ്. അപ്പോൾ അടുത്ത ശ്ലോകത്തിലൂടെ ഗുരു എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മദ്യപാനാദ് വീതലജ്ജം ജിഹാസന്ത്യപി ബാലകാഹ വിഷൂജിഗ്രസ്തമിവ തം ജുഗുപ്സന്തേ വിവേകിനഃ. ഇപ്പോൾ മദ്യപാനം കൊണ്ട് വീതലജ്ജം, നാണം കെട്ടവന്, ബാലകാഹ അഭി തിരിച്ചറിവില്ലാത്ത ബാലന്മാർ പോലും, ജിഹാസന്തി ത്യജിക്കുവാനായിട്ട്, അവരെ ഉപേക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിഷൂജിഗ്രസ്തം, വിഷൂജി പിടിപെട്ടവനെ പോലെ, വിവേകിനം ജുഗുപ്സന്തി, വിവേകികളായിട്ടുള്ളവർ അതിനെ വെറുക്കുന്നു. അപ്പോൾ ഈ മദ്യം കഴിച്ച് നാണം കെട്ട ആളെ ഒരു കുഞ്ഞു പോലും എന്ത് ചെയ്യുന്നില്ല, അവനെ അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് വിവേകികളായിട്ടുള്ള ആളുകൾ അംഗീകരിക്കുക? അതുകൊണ്ട് ഒരു കാരണവശാലും കള്ളു കുടിച്ച് ബോധമില്ലാതെ നമ്മുടെ ജന്മം പാഴായി പോകരുത് എന്ന് നമ്മൾ അറിയുക. ഇപ്പോൾ പലരും ഈ മദ്യം കുടിക്കുന്നതിനൊരു കാരണം പറയുന്നത്, ടെൻഷൻ വരുന്നത് കൊണ്ട് ഞങ്ങൾ കുടിക്കണം എന്നാണ് പറയുന്നത്. അവരൊരു കാരണം പറഞ്ഞതാണ്. ആണുങ്ങൾക്ക് മാത്രമേ ടെൻഷനുള്ളൂ, അവർ വർത്തമാനം കേട്ട അങ്ങനെയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ടെൻഷനില്ലേ? പൊതുവെ പുരുഷന്മാർ ഒരുപാട് ജോലികളും ടെൻഷനുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെൻഷനുള്ള ജോലികളാണ് വീട്ടിലെ അമ്മമാരും ചെയ്യുന്നത്, സ്ത്രീകൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ആണുങ്ങൾ കുടിക്കുന്നതെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും ടെൻഷൻ മാറാൻ വേണ്ടി കുടിക്കേണ്ടതല്ലേ?
അപ്പോൾ പെണ്ണുങ്ങൾ കുടിക്കുമ്പോൾ അത് മോശവും ആണുങ്ങൾ കുടിക്കുമ്പോൾ അത് മിടുക്കുമാണെന്ന് പറയുന്നത് എന്തൊരു കോമൺ സെൻസാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് ശരിയല്ല. ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ നമ്മളോടൊരു പണി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നന്നായിട്ട് ധ്യാനിക്കുക. അപ്പോൾ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു മതത്തിൻ്റെ ഒരു സംഭവമായിട്ടാണ് ആളുകൾ, യുക്തിവാദികളും അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനക്കാരൊക്കെ ജനങ്ങളെ ധരിപ്പിച്ചു വച്ചിരിക്കുന്നത്. അവരുടെ വിചാരം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് മനസ്സിനെ എങ്ങനെ ബാലൻസിൽ കൊണ്ടുപോകാം എന്ന് പറയുന്നൊരു ടെക്നിക്കാണ് ധ്യാനം, മെഡിറ്റേഷൻ. ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതൊരു ധ്യാന പ്രക്രിയ. ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ വെപ്രാളം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വെപ്രാളം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റ് നടക്കുമ്പോൾ വെപ്രാളം പിടിച്ചാൽ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാകുകയുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് അറിയാതെ വെപ്രാളം പിടിച്ചു പോകും. പക്ഷെ അവിടെ നമുക്കൊരു ബാലൻസിൽ ഇതിനെ കാണാനും അതിനെ പരിഹരിക്കാനും ശ്രമിക്കുമ്പോഴോ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ വീട്ടിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ഇതേപോലെ വലിയ ലോഡാണ് ഗൃഹനാഥയ്ക്കും ഉള്ളത്. അപ്പോൾ ഗൃഹനാഥയും കൂടി കുടിച്ച് ബോധം കെട്ടുപോയാലോ? അപ്പോൾ കുടിക്കാൻ വേണ്ടി പല പല അടവുകളും പറയും. അത് ശരിയല്ല. അപ്പം അങ്ങനെ കിടന്ന് നാണം കെട്ടു പോണ ആൾക്കാരെ ആരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ചിലർക്ക് എഴുത്തൊക്കെ വരണമെങ്കിൽ ഇച്ചിരി അകത്ത് ചെന്നാലേ പറ്റുള്ളൂ. അതുപോലെ അല്ലെങ്കിൽ അവർക്ക് വലിക്കണം. ഇങ്ങനെ പല സംഗതികൾ ചെന്നാൽ മാത്രമേ സാഹിത്യമൊക്കെ വരുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. എത്രയോ ആളുകൾ നന്നായിട്ട് ധ്യാനത്തിലൂടെ അവർ വലിയ സൃഷ്ടികൾ നടത്താറുണ്ട്. കലാസൃഷ്ടികളുണ്ട്, സാഹിത്യ സൃഷ്ടികളുണ്ട്, ഒരുപാടുണ്ട്. അപ്പം നിത്യജീവിതത്തിൽ അവൻ ഒരു ഏത് മേഖലയിലാണെങ്കിലും അവൻ്റെ മനസ്സിനെ ബാലൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസവും അതിനുള്ള ടെക്നിക്കും. ഇപ്പോൾ യോഗയിൽ അങ്ങനെയാണ്. പ്രാണായാമവും ശവാസനവും മെഡിറ്റേഷനും അവൻ്റെ മനസ്സിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്. മനസ്സും പ്രാണനും ആയിട്ട് വലിയ ബന്ധമുണ്ട്, ആഹാരവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ പ്രാണനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും മനസ്സിനെ നിയന്ത്രിക്കാം. ഇപ്പോൾ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നന്നായിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റണം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളും കർമ്മങ്ങളും ഒക്കെ നല്ല രീതിയിൽ, അതായത് ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല വെയിലുള്ള സമയത്ത് സൂര്യപ്രകാശം എല്ലാ സ്ഥലത്തും ഒരുപോലെ അടിക്കുന്നുണ്ട്. ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് അഗ്നി ജ്വലിപ്പിക്കാം. പക്ഷെ ഇങ്ങനെ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്തു പോകുന്ന ഈ സൂര്യപ്രകാശത്തെ ഒരു ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രത്യേക പോയിന്റിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ആ ലെൻസ് ഉപയോഗിച്ച് നമ്മൾ പ്രകാശവീചികളെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് ചെന്നുപെടുന്ന സ്ഥലം തീപിടിക്കും എന്ന് പറഞ്ഞ പോലെ മനസ്സിൻ്റെ
ശക്തികൾ അല്ലെങ്കിൽ മനസ്സ് പല സ്ഥലത്തേക്ക് ചിതറിപ്പോകുന്നതിനെ ഏകാഗ്രപ്പെടുത്തുക എന്നുള്ളതാണ് ധ്യാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. യോഗ ആചാര്യന്മാർ അതിന് ആണ് ശ്രമിച്ചത്. അതുകൊണ്ട് പറയും എഫർട്ട്ഫുൾ കോൺസെൻട്രേഷൻ ആണ് ധാരണ എന്ന് പറയുന്നത്. അതായത് വളരെയധികം നമ്മൾ എപ്രകാരമാണോ ഒരു ലെൻസ് ഉപയോഗിച്ച് ആ ചിതറിപ്പോയ ഒന്നിനെ നമ്മൾ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അതുപോലെയാണ് ധ്യാനത്തിന് മുമ്പുള്ള അവസ്ഥ. അങ്ങനെ ഏകാഗ്രപ്പെട്ടു കഴിഞ്ഞാലോ അത് പിന്നെ സ്വാഭാവികതയിലേക്ക് വരും. ആ ടെക്നിക്കാണ് ശരിക്കും നമ്മൾ കൊച്ചുനാൾ തുടങ്ങി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. അതുകൊണ്ട് മനസ്സിന് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മദ്യപിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതും, ഇനി അങ്ങനെ പറയുന്നവരോട് നമ്മൾ തിരിച്ചു പറയേണ്ടതും ഈ ഒരു കാര്യമാണ്. മനസ്സിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും പറ്റിയ ഉപായമാണ് മെഡിറ്റേഷൻ. മറ്റേത് മദ്യം കുടിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വികലമാകുകയാണ്. ടെൻഷൻ ഇല്ലാതാകുകയല്ല, ബുദ്ധി വികലമാകുന്നു. ഇത് മൊത്തം താറുമാറായി പോകുന്നു. നമ്മുടെ കണക്കൂട്ടുകൾ മൊത്തം തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് അങ്ങനെ അല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് അറിവുള്ള ആളുകൾ തന്ന വഴി മനസ്സ് താളം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല നേട്ടമുണ്ടാവും. അതുപോലെ മറ്റുള്ളവരുമായിട്ടൊക്കെ നമുക്ക് ഇടപഴകാനായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവും അതിനൊരു ബാലൻസും ഉണ്ടാവും. ഇതിപ്പോൾ പലർക്കും അറിയില്ല എങ്ങനെ മറ്റുള്ളവർ ഇടപഴകണം. അതുപോലും അറിഞ്ഞുകൂടാതെ നമ്മൾ വലിയ ബുദ്ധിമാന്മാരായിട്ട് നടക്കുകയാണ്. നമ്മുടെ മനസ്സൊന്നും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്കൊരു ബാലൻസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, മനസ്സിന്റെ ആ ഒരു ബാലൻസ്, സ്റ്റഡിനെസ് ഒക്കെ നമുക്ക് വേണം. അപ്പോൾ മദ്യം കുടിച്ച് നടക്കുന്നവർക്ക് ഇതുണ്ടാകില്ല. അവർ പല പല ന്യായങ്ങളും പറഞ്ഞ് മദ്യം കുടിക്കാനുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ മദ്യകർത്ത പൂതിഗന്ധി പടശ്ചാസ്യ നികേതനം ദുർഗന്ധ കലുഷം തേന സ്പൃഷ്ടം സർവമഭീദൃശം. എന്താണ് മദ്യകർത്ത? മദ്യം ഉണ്ടാക്കുന്നവൻ, പൂതിഗന്ധി ദുർഗന്ധത്തോടു കൂടിയവനാണ്. അസ്യ ഇവന്റെ പടഹാച, പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രമാണ്. ആ വസ്ത്രവും ദുർഗന്ധമുള്ളതാണ്. നികേതനം വീട്, ദുർഗന്ധ കലുഷം ദുർഗന്ധ മിശ്രിതമാണ്. തേന അവനാൽ സ്പൃഷ്ടം സ്പർശിക്കുന്ന സർവമഭി സർവവും ഈദൃശം ഇപ്രകാരം തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് മദ്യം ഉണ്ടാക്കുന്നവനും കൊടുക്കുന്നവനും കുടിക്കുന്നവനും ഒക്കെ എന്താണ്, ദുർഗന്ധമുള്ളവരായിട്ട് തീരുകയാണ്. അങ്ങനെയുള്ളവരാണ്. അവൻ തൊടുന്നത് മൊത്തം നാറുമെന്ന ഗുരു പറഞ്ഞിരിക്കുന്നു. അവന്റെ വസ്ത്രം, ഭവനം, ഇതൊക്കെ എന്തായിരിക്കും, ഇതിന്റെ ഗന്ധം, അതായത് അത്രയും മലീമസമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. നമ്മൾ ആ ഒരു അറിവാണ് ഗുരു ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെയോ മദ്യാസക്തം സ്വസ്യ ഭാര്യ പിതാ മാതാ സഹോദര പുത്രോപി ചേശ്വരോ ദ്വേഷ്ടി തസ്മാൻ മദ്യം പരിത്യജേത്. മദ്യാസക്തം, മദ്യപനെ തന്നെ, മദ്യപ തൽപരനെ, മദ്യത്തിൽ ആസക്തിയുള്ളവനെ എന്താണ്, സ്വസ്യ ഭാര്യ തൻ്റെ ഭാര്യയും പിതാ മാതാ സഹോദര പിതാവും മാതാവും സഹോദരനും പുത്ര ഈശ്വര അഭി പുത്രനും ഈശ്വരനും പോലും ദ്വേഷിക്കുന്നു. തസ്മാത് അതുകൊണ്ട് മദ്യത്തെ ഉപേക്ഷിക്കണം. അപ്പോൾ മദ്യം ഉപയോഗിക്കുന്നവന്, അതുമായിട്ട് ബന്ധപ്പെട്ടവന് സ്വന്തം ഭാര്യയും മക്കളും മറ്റുള്ളവരൊക്കെ ഉപേക്ഷിക്കുന്നു, വെറുക്കുന്നു എന്ന് പറയുന്നു.
ഇപ്പോ അപ്പൊ നമുക്കിവിടെ ചോദ്യം വേണമെങ്കിൽ വരാം. ഈ കൂട്ടുകൂടി മദ്യം വിൽക്കുന്ന കുടുംബക്കാരും ഭാര്യയും അതിന് സപ്പോർട്ടാണ്, മക്കളും സപ്പോർട്ടാണ്, അവരുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴോ? അപ്പൊ അങ്ങനെയുള്ളവരോടല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് നന്നാവാൻ താല്പര്യമുള്ളവരോടാണ്. മറ്റവരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. അവർ പറയും അവർക്ക് എന്താണ്, ഇതൊരു ഉപജീവന മാർഗമാണ് എന്നൊക്കെ പറയും. ഇനി ഇവിടെ ഈശ്വരോപി അല്ലേ, ഈശ്വരൻ പോലും വെറുക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ ചിലർ പറയും അപ്പൊ നമ്മുടെ ചാത്തനും അതുപോലെയുള്ള ദേവതകളോ, അവരെ ഒന്നും ഈശ്വരന്മാരായിട്ട് അല്ലെങ്കിൽ ദൈവങ്ങളായിട്ട് ആരും കണ്ടിട്ടില്ല, ബുദ്ധിയുള്ളവരാരും കണ്ടിട്ടില്ല. അതൊക്കെ താമസികമായിട്ടുള്ള, നമ്മൾ അതിനെക്കുറിച്ച് ഗുരുവിന്റെ ദൈവചിന്തനം എന്നുള്ള കൃതി നമ്മൾ പഠിച്ചപ്പോൾ വിശദമായിട്ട് സംസാരിച്ചതാണ്. അപ്പോ തമോ ഗുണികളും രജോ ഗുണികളുമായിട്ടുള്ള ആളുകളാണ് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെയുള്ള ദേവതകളെ സങ്കല്പിക്കുകയും ആ ദേവതയ്ക്കും ഇത് നിവേദിച്ചുകൊണ്ട് അവർ കഴിക്കുകയും ചെയ്യുന്നു. ഇപ്പോ ചിലരുണ്ട്, അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ വീതി വെക്കുക അല്ലെങ്കിൽ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നും കൂടി ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ അമ്മ മരിച്ചുപോയി. അപ്പോ ഈ 16 ഇവരിങ്ങനെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, മരിച്ചുപോയ ആളുടെ, അവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടമായിരുന്നത് ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് സങ്കല്പിച്ച് വെക്കുന്ന ഒരു സംഭവമാണ്. അത് പല വീടുകളിലും ഉണ്ട്. അപ്പോ അങ്ങനെ ഇതൊക്കെ വെക്കുമ്പോൾ കുടിയന്മാരായിട്ടുള്ള ആളുകളാണ് മരിച്ചു പോയതെങ്കിൽ അവർക്കും ആ സങ്കല്പത്തിൽ ഇത് മേടിച്ചു വെക്കും, ചാരായം മേടിച്ചു വെക്കും, അല്ലെങ്കിൽ ബ്രാൻഡി വിസ്കി എന്തൊക്കെ മേടിച്ചു. ഇറച്ചിയും മീനും ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് വെക്കും. ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ സാധാരണ മരിച്ചുപോയ ആളുകൾക്ക് പോലും ഇങ്ങനെ സങ്കല്പിച്ചു വെച്ചു കഴിയുമ്പോൾ അവരും എന്താണ്, അവരുപാസിച്ച ഇതിന് ഇഷ്ടമുള്ള ആ ദേവതാ ലോകത്തേക്കാണ് അവർ പോകുന്നത്. ഈ തമോ ഗുണവും രജോ ഗുണവും ഉള്ള ആളുകളാണ് അങ്ങനെയുള്ള ദേവതകളെ ഉപാസിക്കുകയും ചെയ്യുന്നത്. അത് അവിടെ ആ ലോകത്ത് ചെന്നു കഴിഞ്ഞാലും ഇവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഗുരു വളരെ വ്യക്തമായിട്ടാണ് ദൈവചിന്തനം എന്നുള്ള കൃതിയിൽ പറയുന്നത്. ഇവരെയൊക്കെ പിടിച്ച് കടിച്ച് പച്ച തിന്ന് കാഷ്ടിച്ച് കളഞ്ഞ് ഇവിടെ പുല്ലുകുരുത്തു പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അത്രയ്ക്ക് മോശമായ രീതിയിലാണ് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും ഇവരുടെ ഗതി. അപ്പോ ഇങ്ങനെ ഈ മദ്യമൊക്കെ കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന അവരും നശിക്കുന്നു, മറ്റുള്ളവരും നശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവങ്ങളെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സാത്വികമായിട്ടുള്ള ദേവതകളെയാണ് ഇവിടെ ഗുരു ഉപയോഗിക്കുന്നത്. ഈശ്വരന്മാർ പോലും എന്ന് പറയുന്നത് സാത്വിക ദേവതകളാണ്. അവരൊന്നും ഇവരെ എന്ത് ചെയ്യില്ല, അവർക്ക് കൈ കൊടുക്കത്തില്ല, സഹായിക്കത്തില്ല. കാരണം ഇവരൊന്നും ഒരു നേരെ വഴിക്ക് പോകുന്നവരല്ല. കാരണം ഇവരുടെ ബുദ്ധി വികലമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലത്തും ഈ മദ്യം ഇങ്ങനെയുള്ള ദേവതകൾക്ക് കൊടുക്കുകയും ആ ദേവതകളുടെ പേരും പറഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളതൊക്കെ നിർത്തിക്കളയുക, നമ്മൾ ആ രീതിയിലേക്ക് പോകാതിരിക്കുക. മനുഷ്യന്റെ ബുദ്ധി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. മനുഷ്യജന്മം ഇങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ല എന്നാണ് ഗുരു പറയുന്നത്. അതല്ലാതെ ഇത് ആരെയും കുറ്റപ്പെടുത്തണതല്ല. പലർക്കും ചിലപ്പോൾ നമ്മൾ ഈ കാര്യമൊക്കെ പറയുമ്പോൾ കള്ളു കുടിച്ച് ബാലൻസ് തെറ്റിക്കിടക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകമെന്ന് പറയുന്നത് ഇങ്ങനൊരു ലോകമാണ്, ഒരു അവ്യക്തമായിട്ടുള്ള ഒരു ലോകം. ഒരിക്കൽ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ട്രെയിൻ
വെള്ളപ്പൊക്കത്തിൽ പെട്ട് പോരാൻ പറ്റാതെ വന്നൊരു ഒരു സന്ദർഭമുണ്ട് ബോംബെയിൽ. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരണ വഴിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ പല പല സ്വഭാവക്കാരാണ്. ബീഡി വലിക്കുന്നവരുണ്ട്, പിന്നെ ഈ മിലിറ്ററിയുടെ ചാരായം, ഇവരുടെ ഇതൊക്കെയുണ്ട്, മദ്യമൊക്കെ, അത് ഇതിനകത്തിരുന്ന് കുടിക്കുന്നവരുണ്ട്, പല ഇതിലുണ്ട്. 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടി കിടക്കുന്ന പിടിച്ചിട്ട സ്ഥലം വെള്ളപ്പൊക്കം കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. കടകളൊന്നുമില്ല. വണ്ടിയിലുണ്ടായിരുന്ന പാൻട്രിക്കാലിരുന്ന സാധനങ്ങളെല്ലാം തീർന്നു. പ്രധാനമായിട്ടും പുകയ്ക്കുന്ന ആൾക്കാരുണ്ട്, സ്മോക്ക് ചെയ്യുന്ന ആളുകൾ, അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് വലിക്കാൻ കിട്ടാതെ വന്ന് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവര് അസ്വസ്ഥമാകുന്നത് നേരിട്ട് കാണാൻ പറ്റി. അപ്പൊ കയ്യിലുള്ള പൈസ, എത്ര പൈസ കൊടുത്തോ അത് വാങ്ങിച്ച് വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആളുകളുടെ അതിനിത്രയും അവർ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും അഡിക്ഷനാണ് മദ്യത്തിൻ്റെ. അപ്പോൾ ബുദ്ധി, നമ്മുടെ സ്വഭാവത്തെ തന്നെ വേറൊരു രീതിയിലേക്ക് അത് മാറ്റിക്കളഞ്ഞു, ബുദ്ധിക്ക് വൈകല്യമുണ്ടാക്കി. അങ്ങനെ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരാളായിട്ട് ഇവൻ മാറും. അത് മാറാതിരിക്കണം. ഗുരു പറയാണ് സ്നേഹത്തോടുകൂടി, ഇതീരിതം സാധുജനാഭിനന്ദിതം പരോപകൃത്യൈ ലഘുധർമ്മ പഞ്ചകം ഇതം തദവ്യാഹത ആചരന്തി പരം സുഖം യാന്തി പരത്ര ചേഹ തേ. എന്താണ് പരോപകൃതൈഹി, പരോപകാരത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? സാധുജനാഭിനന്ദിതം, സജ്ജനങ്ങളാൽ അഭിനന്ദിക്കപ്പെട്ട ലഘു ധർമ്മപഞ്ചകം, ലഘുവായ ധർമ്മപഞ്ചകം. ഇത് ഇപ്രകാരം ഈരിതം, ഇപ്രകാരം പറയപ്പെട്ടു. തത് അവ്യാഹതം ഇതം, അവ്യാഹതമായ ഇതിനെ ഏ ആചരന്തി, ആരാണോ ആചരിക്കുന്നത്, തേ ഇഹ പരത്ര ച, അവർ ഇഹത്തിലും പരത്തിലും എന്നുവെച്ചാൽ പരലോകത്തിലും പരം സുഖം, പരമമായ സുഖത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ലഘുവായിട്ട് ഇവിടെ ഇത് ആർക്കും ആചരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ തത്വങ്ങൾ ഗുരു ഉപദേശിച്ചു വന്നത്. അപ്പോൾ പരിശുദ്ധമായിട്ടുള്ള ഈ ധർമ്മപഞ്ചകത്തെ ആചരിക്കുന്നവർക്ക് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും അവർക്ക് സുഖമേ ഉണ്ടാകൂ, അവരൊരിക്കലും നാശത്തിലേക്ക് പോകില്ല എന്ന് ഗുരു ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 100% വിശ്വസിക്കാവുന്നത് ഗുരുവിനെയാണ്. ഒരിക്കലും ഗുരു നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകില്ല. അപ്പോൾ ആ ഒരു ഉറപ്പിലായിരിക്കണം, ആ ഒരു ശ്രദ്ധയിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കതിന് സാധിക്കുമെന്നുള്ളത് അറിയാം. ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും ചെറിയ വീക്ക്നെസ് മദ്യത്തിലോ വലിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭഗവത് പാദങ്ങളിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, പശ്ചാത്താപം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കരകയറാൻ പറ്റും, യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയോ അടുത്തത് ഗുരു പറയുന്നത് ശുദ്ധി പഞ്ചകത്തെക്കുറിച്ചാണ്, പഞ്ചശുദ്ധിയെക്കുറിച്ചാണ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മുൻപ് കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മൾ ശിവഗിരി ടി വിയിലൂടെ തന്നെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ ഈ ക്ലാസ്സിൽ പുതുതായിട്ടും പല ആളുകളുണ്ട്. അപ്പോൾ ആ പുതുതായിട്ടുള്ള ആളുകൾക്ക് കൂടിയാണ് നമ്മൾ ഇത് പറയുന്നത്. അതുകൊണ്ട് പഠിച്ചിട്ടുള്ളവരും പഠിപ്പിച്ചിട്ടുള്ളവരും ഒക്കെ ഒന്നുകൂടി കേൾക്കുന്നത് കൊണ്ട് യാതൊരു കുറവും വരുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾ പഠിച്ചതാണല്ലോ സ്വാമി, പിന്നെ എന്തിനാണ് വീണ്ടും ഇതെടുക്കുന്നത് എന്ന് ചോദിച്ചേക്കാം. കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കുക.
എന്താണ്? അധാത സംപ്രവക്ഷ്യാമി സംക്ഷേപാത് ശുദ്ധി പഞ്ചകം ശൃണുധ്വം അവധാനേന ക്രമശ ശുദ്ധി തൽപരാഹ. എന്താണ്? അധാ അധഃ അനന്തരം എന്താണ്? സംക്ഷേപാത് അതിനെ ചുരുക്കി ശുദ്ധിപഞ്ചകം ശുദ്ധിപഞ്ചകത്തെ സംപ്രവക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം. ശുദ്ധി തൽപരാഹ ശുദ്ധിയിൽ തൽപരരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ്? ക്രമശഃ ക്രമേണ അവധാനേന ശ്രദ്ധയോടുകൂടി ശൃണുധ്വം നിങ്ങൾ എന്ത് ചെയ്യണം? അത് കേട്ടാലും അത് ശരിയായ രീതിയിൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. അങ്ങനെ ശ്രദ്ധയില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഗുരു സശ്രദ്ധം കേൾക്കാൻ വേണ്ടി പറയുന്നത്. എന്താണ്? കായവാക് ചേതസാം ശുദ്ധി ഇന്ദ്രിയാണാം ഗൃഹസ്യ സംക്ഷേപാൻ മർത്യവർഗസ്യ പഞ്ചൈതാഹ ശുദ്ധയ സ്മൃതാഹ. എന്താണ്? സംക്ഷേപാത് സംക്ഷിപ്തമായിട്ട് മർത്യവർഗസ്യ മനുഷ്യവർഗത്തിന് കായവാക് ചേതസാം ശരീരം, വാക്ക്, മനസ്സ്, ശുദ്ധി ഇവയുടെ ശുചിത്വത്തിന് വേണ്ടി ഇന്ദ്രിയാണാം ഗൃഹസ്യ അതുപോലെ ഇന്ദ്രിയങ്ങളുടെയും വീടിൻ്റെയും ഏതാഹ പഞ്ചഹ ഇവ അഞ്ചും ശുദ്ധയ ശുദ്ധികളെന്ന് സ്മൃതാഹ പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധി എന്ന് പറയുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, കർമ്മേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. അപ്പോൾ ഈ 5 ശുദ്ധികളാണ് ലോകത്തിൽ മനുഷ്യർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതാണ് മർത്യവർഗസ്യ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം മനുഷ്യവർഗത്തിൻ്റെ കാര്യമാണ്. അപ്പം ഇത് മൃഗങ്ങൾക്കുള്ള കാര്യമല്ല. അപ്പം മനുഷ്യനായി ജനിച്ചവർക്കെല്ലാം ഈ 5 രീതിയിലുള്ള ശുചിത്വം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് ഗുരു പറയുകയാണ്. ശരീരശുദ്ധിയും അല്ലേ, ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ. അതുപോലെ വാക്കുകൾ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. മനസ്സ്, അതുപോലെ ഇന്ദ്രിയങ്ങൾ, വീട്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ശുദ്ധമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ കൊറോണയുമായിട്ട് നമുക്ക് ഇത്രയും മല്ലടിക്കേണ്ട ഒരാവശ്യമില്ല, ഇത്രയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പഞ്ചശുദ്ധിയെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ രീതിയിൽ ശുചിത്വത്തെ നമ്മൾ ആചരിക്കുന്നുണ്ടോ? ഗുരു പറഞ്ഞ കാര്യങ്ങൾ പുതുതായിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ളവർ ഇങ്ങനെ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഹർഷിക്ക്, സന്യാസിയായിട്ടുള്ള മഹർഷിക്ക് ഇത്രയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നൊക്കെ സംശയങ്ങളുണ്ടാകാം. തീർച്ചയായിട്ടും എത്ര സൂക്ഷ്മമായിട്ട് ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടെ എത്രയും ശ്രദ്ധയോടുകൂടിയാണ് നമ്മളെ മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഗുരു പ്രവചിച്ചത്, ജീവിച്ചു കാട്ടിയത് എന്നൊക്കെ നമുക്ക് അത്ഭുതങ്ങൾ തോന്നും. തീർച്ചയായിട്ടും നമുക്ക് നാളെ നോക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സമാപിപ്പിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം
ശ്രീനാരായണ പരമഗുരവേ നമഃ.